അപ്പോൾ നമ്മളിതാ ദേവദർശൻ്റെ ഫാമിലി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് സാറുണ്ട്, ടോമിൻ സാറുണ്ട്, പ്രദീപ് സാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രില്യൻ ടീമിനെ പ്രതിനിധീകരിച്ചുള്ള ചെറിയൊരു സംഘം ഈ ഒരു റിസൾട്ട് അറിഞ്ഞ സമയത്ത് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് എത്തി. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നമ്മളെ സ്വീകരിച്ചു എന്ന് തന്നെ പറയണം. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു സന്തോഷത്തിലാണ്. മകൻ്റെ 2 വർഷത്തെ തയ്യാറെടുപ്പാണ് അല്ലെങ്കിൽ നീറ്റ് എന്നൊരു കടമ കടക്കുകയും അതിൽ നല്ലൊരു സ്കോർ കരസ്ഥമാക്കുക എന്നുള്ളത്. ഈ ഒരു സന്തോഷത്തെ എങ്ങനെ നോക്കി കാണുന്നു? സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. 2 ഈശ്വരാനുഗ്രഹം കൊണ്ട് പഠിച്ചതൊക്കെ വളരെ നന്നായിട്ട് എഴുതാൻ പറ്റി. ബ്രില്യൻറ്റിൻ്റെ അവിടെ കോച്ച് ചെയ്തതിൻ്റെ പരിചയം അതിനെ എക്സാമിൻ്റെ സമയത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നാണ് തോന്നുന്നത്. പാനിക് ആവാതിരിക്കാനും ഉള്ളത് നല്ലപോലെ ചെയ്യാനും. പിന്നെ ഹാർഡ് വർക്ക് നല്ലപോലെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു മാർക്ക് കിട്ടണം എന്നൊക്കെ ഒരു പ്രതീക്ഷയും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഈശ്വരാനുഗ്രഹം കൊണ്ട് അതൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഫാദറും മദറും ഡോക്ടറാണ്. തീർച്ചയായിട്ടും മകൻ ഇങ്ങനെ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ 2 പേരുമാണെന്ന് പറയുകയുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ചെറുപ്പം മുതലേ ഉള്ളൊരു ലക്ഷ്യമായിരുന്നു? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ചെയ്യുന്നതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നത് കണ്ടും ഒക്കെ ശീലിച്ചത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവനും പഠിക്കുന്നിടം വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് പഠിച്ചിരുന്നത്. ഇൻസ്പിറേഷൻ ഡെഫിനറ്റ്ലി കാണുമായിരിക്കുമല്ലോ. ഒരുപാട് മകളും ഇതേ ഫീൽഡിലാണ്, MBBS. ഇവൻ്റെ ചേച്ചി സംഘമിത്ര, അവളിപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ MBBS ചെയ്യുക. നിങ്ങളുടെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നു ബ്രില്യൻറ്റിൽ 2000. അവളും വളരെ ഹാപ്പിയാണ്, എല്ലാവരും വളരെ ഹാപ്പിയാണ്. അതെ, ഓക്കെ. അത് സാർ അതുപോലെ തന്നെ 2 മക്കളും ബ്രില്യൻറ്റിൽ പഠിച്ച് അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് ചുവട് വെച്ചു. അപ്പം ബ്രില്യൻറ്റിലൂടെ അത് സാധ്യമാകും എന്നൊക്കെയുള്ളൊരു ആ കാര്യത്തെക്കുറിച്ചൊക്കെ എപ്പോഴാണ് സാറും ഒരു അവബോധമൊക്കെ വന്ന് തുടങ്ങി? സത്യത്തിൽ മകള് പ്ലസ് 2 അല്ല, 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേരാനുള്ള സമയത്താണ് ആദ്യമായിട്ട് ഈ ബ്രില്യൻറ്റിനെ കുറിച്ച് അറിയുന്നതും. അപ്പോൾ അവരുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് അതിന് കുറച്ച് നാൾ മുമ്പേ ഒരെണ്ണം നടന്നു പോയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു 2nd സെഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് അവൾ എഴുതിയപ്പോൾ ക്വാളിഫൈഡ് ആയപ്പോഴാണ് ആനക്കൽ അങ്ങനെ വന്ന് ചേരുകയും പിന്നെ അവിടെ വെച്ചിട്ടുള്ള നേരിട്ടുള്ള പരിചയവും വളരെ റെക്കമെൻഡബിളാണ്. എല്ലാം വളരെ അർപ്പണബോധത്തോടു കൂടിയുള്ള ടീച്ചേഴ്സും അവരുടെ ഇതും വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടൊരു കെയറും കൊടുക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കുട്ടികളെ അവരവരുടെ പോരായ്മകൾ മനസ്സിലാക്കി കൊടുക്കാനും തെറ്റുകൾ മനുഷ്യ സഹജമാണെന്നും പാനിക്ഡ് ആവരുതെന്നും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ എക്സാമിൻ്റെ റിയൽ ടൈം വേർഷൻസ് ആയിരുന്നെന്ന് തോന്നുന്നു മോക്കായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ടഫ്നെസ്സിൻ്റെ ലെവലുകൾ പല ഓൾട്ടേർഡ് രീതിയിലും ക്വസ്റ്റ്യൻ്റെ മിക്സപ്പും ഇതൊക്കെ കൊണ്ട് അവരെ നിങ്ങൾ നല്ലപോലെ ഉടച്ചു വാർത്തു എന്ന് തോന്നുന്നു ഇതുപോലെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രോട്ടോക്കോൾ വളരെ നന്നായിട്ട് തോന്നുന്നുണ്ട്. അതെൻ്റെ മകൾക്ക് വളരെ നന്നായിരുന്നു. ഇവനും അതുപോലെ കേരളത്തിലെ ഒരു. അപ്പോൾ അങ്ങനെ 2 മക്കളും ഈ വീട്ടിൽ നിന്ന് നല്ലൊരു ലക്ഷ്യവുമായി ഉറച്ച തീരുമാനങ്ങളുമായി ഒക്കെ വലിയ വലിയ സ്വപ്നങ്ങളുമായി അവർ മുന്നോട്ടുള്ള യാത്ര തുടങ്ങുകയാണ്. ഈ ഒരു ഫാമിലി പറഞ്ഞത് കേട്ടു, ആ ഒരു ലക്ഷ്യബോധത്തോടെ ബ്രില്യൻറ്റിലേക്ക് വന്ന 2 മക്കളെയും ഇവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ പോലെ തന്നെ MBBS എന്ന സ്വപ്നവുമായി മുന്നോട്ട് പോകാൻ ബ്രില്യൻറ്റും ഒരു അനുഗ്രഹമായി. ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട് അല്ലേ? ഞങ്ങളും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ വർഷം നമുക്കറിയാം ബ്രില്യൻറ്റിന് വലിയ വിജയ ശതമാനമാണ് ഈ റിസൾട്ടിൽ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിൽ വലിയൊരു പ്രാധാന്യം ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ തന്നെയാണ്. അതിൻ്റെ ഭാഗമാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നതിൽ ഞങ്ങളും ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് സാർ. ഹായ് ഓൾ, ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ ഏറ്റവും അഭിമാനകരമാണ് എന്ന് നമുക്കറിയാം. കാരണം ബ്രില്യൻറ്റിൽ കഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടുമൊക്കെ പഠിച്ച നിരവധി വിദ്യാർത്ഥികൾക്കാണ് നല്ലൊരു സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ
ദേവദർശനാണുള്ളത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വിദ്യാർത്ഥി നമ്മോടൊപ്പം നിൽക്കുന്നത്. കാരണം നല്ലൊരു സ്കോർ കരസ്ഥമാക്കി, അതായത് എല്ലാ മെഡിക്കൽ ആസ്പിരൻസും സ്വപ്നം കാണുന്ന ഒരു സ്കോർ കരസ്ഥമാക്കിയ മിടുക്കനായ വിദ്യാർത്ഥിക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. ദേവദർശൻ, എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? കീ പബ്ലിഷ് ചെയ്തു, സ്കോറൊക്കെ വന്നു, ആ ഒരു സന്തോഷത്തെ കുറിച്ച് പങ്കുവെക്കാം. പഠിച്ച സമയത്ത് ഇത്രയും നല്ലൊരു സ്കോർ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ അവസാനം വലിയ ശരിക്കുള്ള പരീക്ഷ വന്നപ്പോഴത്തേക്കും ചെയ്യാൻ പറ്റി, പെർഫോം ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇപ്പൊ, അല്ലെ? വീട്ടിലെല്ലാരും എന്ത് പറഞ്ഞു? അച്ഛനും അമ്മയും വളരെ സന്തോഷമായി. അച്ഛനും അമ്മയും ഡോക്ടറാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചേച്ചിയും ബ്രില്യന്റിൽ തന്നെ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. പേരെന്തായിരുന്നു? സംഗമിത്ര. ഏത് വർഷമായിരുന്നു ചേച്ചി പഠിച്ചിരുന്നത്? 2020 നീറ്റിലായിരുന്നു കിട്ടിയത്. ഓക്കെ, ഇപ്പൊ ചേച്ചി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ 4th ഇയർ ആയിട്ട് പഠിക്കുന്നു, അല്ലെ? ഓക്കെ, അപ്പൊ ഈ വീട്ടിൽ നിന്ന് അടുത്തൊരു വിജയ്, അടുത്തൊരു ഡോക്ടറൊക്കെ വരാൻ പോവുകയാണ്, അല്ലെ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അച്ഛനും അമ്മയൊക്കെ കണ്ടു തന്നെയാണോ ഈ ഒരു മേഖലയിലേക്ക് പോകണം, അല്ലെങ്കിൽ എനിക്കും ഒരു ഡോക്ടർ ആവണം എന്നൊക്കെയുള്ളൊരു ചിന്ത എന്ന് ചെറുപ്പത്തിലെ തൊട്ട് ഇവരുടെ ഈ കഥകളും ഇവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മൊമെന്റ്സിൽ ലൈക്ക് പേരൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടാണ് നമുക്ക് ഈ ഒരു ഫീൽഡിനോട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയോട് ഇഷ്ടം തോന്നുന്നത്, അല്ലെ? ഓക്കെ, അതിനനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ചേച്ചിയായിരിക്കാം ഒരു പക്ഷേ ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ബ്രില്യന്റിലേക്ക് എത്തുന്നതും നല്ലൊരു സ്കോർ കരസ്ഥമാക്കി MBBS അഡ്മിഷൻ കരസ്ഥമാക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് മോനും വരുന്നത്. ചേച്ചി പോയ ഒരു പാതയിലൂടെ പോകാൻ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മോനെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയുണ്ടായിരുന്നു ബ്രില്യന്റിലേക്ക് വന്നപ്പോൾ ഉള്ളായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ്? പറ. ഇത്ര നല്ല സ്കോർ കരസ്ഥമാക്കി കേരളത്തിലെമ്പാടുമുള്ള ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റിവ്യൂ ആണ്, പറഞ്ഞു. 10ാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രില്യന്റിൽ ജോയിൻ ചെയ്ത് ചേച്ചി ചെയ്ത പോലെ +1 +2 കോച്ചിങ് എടുത്തിട്ട് എൻട്രൻസ് എക്സാം എഴുതാമെന്ന് വിചാരിച്ചു. ഓക്കെ, +1 +2 ഒപ്പമാണ് ദേവദർശൻ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്, അല്ലെ? ആ ഒരു സമയത്ത് ബ്രില്യന്റ് ടീം മോന്റെ ഒപ്പം നിന്നൊരു രീതിയുണ്ട്. ഇത്ര വലിയൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മോനെ എന്താ പറയുന്നത്, ഒരു ഫാമിലി മെമ്പറിനെ പോലെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയെന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെ? അപ്പോൾ ആ ഒരു രീതിയെ കുറിച്ച് മോന് ഫീൽ ചെയ്ത കുറെ കാര്യങ്ങളില്ല, അത് പറയാം. എന്നെ ഒരുപാട് കാര്യങ്ങൾ ബ്രില്യന്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ടീച്ചേഴ്സ്, വളരെ അപ്രോച്ചബിൾ ടീച്ചേഴ്സ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതിനൊക്കെ നല്ലപോലെ സമയം കൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടേഴ്സും വളരെ നല്ലപോലെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് വളരെ നല്ലൊരു ഗൈഡൻസ്, മോട്ടിവേഷൻ ഒക്കെ. അങ്ങനെ ഇതിലൊക്കെ നല്ലപോലെ പഠിക്കാൻ സാധിച്ചു. മോഡൽ എക്സാമിനൊക്കെ സ്വാഭാവികമായിട്ടും കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്കോർ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മോഡൽ എക്സാമിന് കുറഞ്ഞു പോയിട്ടുണ്ട്, അവിടെ നിന്ന് കയറി വന്നിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ വലിയൊരു വിജയത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനെ കുറിച്ച് പറയാം. മോഡൽ എക്സാംസും കൺസിസ്റ്റന്റ് എപ്പോഴും നല്ല മാർക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എല്ലാത്തിനും നല്ലപോലെ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ചിലതൊക്കെ നമ്മുടെ ഭാഗ്യവും കൂടെ കയ്യിലുണ്ടല്ലോ. അപ്പോ പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നല്ലപോലെ സ്കോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മോഡൽ എക്സാംസ് നീറ്റിനോട് വളരെ സിമിലർ ആയിട്ടുള്ളതാണ്. ഇവിടെ കണ്ടിട്ടുള്ള കുറെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിനും കുറെ വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കുറെ സഹായിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഞാൻ ചോദിച്ചതിന്റെ ആൻസർ ഇപ്പൊ പറഞ്ഞു, എങ്കിലും ഒരു ചോദ്യം കൂടെ ഒരിക്കൽ ചോദിക്കണം. ആ ഒരു എക്സാം ആംബിയൻസ് റീക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നീറ്റ് എക്സാം ഹാൾ May 5-ാം തീയതി എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നു, ക്വസ്റ്റ്യൻസ് കയ്യിലേക്ക് കിട്ടുന്നു. ആദ്യം ഫീൽ ചെയ്ത കാര്യങ്ങൾ തന്നെ ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോയത്. ഞാൻ ഫിസിക്സ് വെച്ചാ തുടങ്ങി. അപ്പൊ അത് വായിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇത് കണ്ടിട്ടുള്ളതാണല്ലോ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണല്ലോ, അത് തന്നെ സന്തോഷമാണ്, ആശ്വാസമായിരുന്നു കണ്ടപ്പോഴത്തേക്കും. ഒരു ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നെ ഫേസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഇത് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എല്ലാം കണ്ടിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം വായിച്ചപ്പോ തന്നെ ഒരു കോൺഫിഡൻസ് തോന്നി, നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ടൈമൊക്കെ നല്ലപോലെ മാനേജ് ചെയ്യാൻ പറ്റി, ടെൻഷൻ ഒന്നും തോന്നിയില്ല. അതുപോലെ മോനെ പേരൻസിനെ കുറിച്ചും ചേച്ചിയെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാം. അമ്മയും അച്ഛനും രണ്ടുപേരും തൃശ്ശൂര് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ചേച്ചി ഇപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 4th ഇയർ ആയി.